ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് OET റീഡിംഗ് കണ്ടിന്യൂസ് ആയി ഫെയിൽ ആകുന്ന കുട്ടികൾക്ക് ഒരു ചെറിയ ടിപ്സ്. പല വീഡിയോസിൽ ഞാൻ പല ടിപ്സുകൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടെ ചേർത്തിണക്കി ഇപ്പോൾ എങ്ങനെയാണ് ടില OET ഹെർട്ടിലെ സ്റ്റുഡൻസ് റീഡിംഗ് പാസ്സാകുന്നത്, അതിന്റെ പിന്നിലെ സീക്രട്ട് എന്ത്, ഇതാണ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരുപക്ഷെ വളരെ മുമ്പ് 3 വർഷത്തിന് മുൻപ് തന്നെ ഞാൻ ഈ ടിപ്സുകളെല്ലാം എൻ്റെ യൂട്യൂബിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ഇപ്പോഴും ഒന്നും അറിയാതെ പല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലായി പല തരത്തിലുള്ള ട്രെയിനേഴ്സിന്റെ അണ്ടറിൽ പഠിച്ചിട്ടും ഒരുപക്ഷെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടിലും ഈ ടിപ്സുകളൊക്കെ പല രീതിയിലായിരിക്കാം എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. പണ്ടൊക്കെ റീഡിങ്ങിന് ഒരു സ്ഥലത്തും ക്ലാസ്സുകൾ ഇല്ലായിരുന്നു. അപ്പോഴാണ് ഞാൻ ആദ്യമായി റീഡിങ്ങിന്റെ മാത്രം ടിപ്സ്, റീഡിങ്ങിനും ലിസണിങ്ങിനും ക്ലാസ്സുകൾ കൊടുത്തു തുടങ്ങിയത്. കാരണം സാധാരണ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരു കുട്ടിക്ക് പെട്ടെന്ന് വന്ന് ഇത്രയും വലിയ കോംപ്ലക്സ് മീനിങ് വരുന്ന കോംപ്ലക്സ് ആയിട്ടുള്ള സെന്റൻസുകളുടെ മീനിങ് മനസ്സിലാക്കി എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ലഘുവായി, അതെങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കി കൊടുക്കാം, എങ്ങനെയാണ് റീഡിങ്ങിനെ വളരെ എളുപ്പത്തിൽ അർത്ഥം മനസ്സിലാക്കുവാൻ സാധിക്കുക, എന്തുകൊണ്ടാണ് ആ കോംപ്ലക്സ് സെന്റൻസുകൾ നമുക്ക് മനസ്സിലാവാതെ നമ്മൾക്ക് തെറ്റിപ്പോകുന്നത്, അപ്പോൾ അതിന്റെ എല്ലാം ട്രിക്സുകൾ എൻ്റെ അടുത്ത് പഠിച്ച കുട്ടികൾക്ക് കറക്റ്റായിട്ട് അത് മനസ്സിലാകും. കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കോമ കൊണ്ട് തന്നെ അതിന്റെ മീനിങ് മാറിപ്പോകും. അപ്പോൾ ആ ഒരു കോമ വന്നാൽ ആ സെന്റൻസിന്റെ മീനിങ് എന്താണ്, ഒരു 3 ടൈപ്പ് ഓഫ് സെന്റൻസ് അതിനകത്ത് വരുമ്പോൾ അതെങ്ങനെയാണ് അതിനെ അർത്ഥം മാറ്റി മനസ്സിലാക്കുക, ഒരു ക്വസ്റ്റ്യന്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് ആൻസറിലേക്ക് എത്താനുള്ള കുറുക്കു വഴികൾ എന്തെല്ലാം, ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ OET റീഡിങ്ങിന്റെ ഒന്നാമത്തെ കുറുക്കു വഴി എന്ന് പറയുന്നത് ടൈം മാനേജ്മെന്റ് തന്നെയാണ്. നിങ്ങൾ ആദ്യമായിട്ട് OET റീഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ ഒരു പക്ഷെ ഞാൻ പറയുന്ന ടൈം മാനേജ്മെന്റിലേക്ക് വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ഇരിക്കുവാൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ ഒരു 15 to 20 ഡേയ്സ് നിങ്ങൾ നോർമലായിട്ട് നിങ്ങൾക്ക് എത്രമാത്രം മനസ്സിലാക്കാൻ കഴിയുന്നോ അത്രമാത്രം സമയമെടുത്ത് മനസ്സിലാക്കി ആ ഒരു റീഡിങ്ങിനെ ഒന്ന് സ്നേഹിക്കണം. റീഡിങ്ങിനെ ഒന്ന് റീഡ് ചെയ്യാൻ സ്നേഹിച്ചാൽ മാത്രമേ നമുക്ക് ടൈം മാനേജ്മെന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റുള്ളൂ. 2-3 തവണ OET എഴുതിയ കുട്ടികളാണെങ്കിൽ അവർ ഓൾറെഡി റീഡിങ്ങിനെ സ്നേഹിച്ചിട്ടുണ്ട്, അറിയാം അവർക്ക് റീഡിങ് എന്താണ്, അതിൽ വരുന്ന കണ്ടന്റ്സ് ഒക്കെ എങ്ങനെയാണ് എന്നൊരു ഐഡിയ ഉണ്ടാവും. ആ കുട്ടികൾക്ക് ഡയറക്റ്റ് നമുക്ക് ടൈം മാനേജ്മെന്റ് ഇംപ്ലിമെന്റ് ചെയ്തു കൊടുക്കാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഏത് ഗണത്തിൽപ്പെട്ടവരാണെങ്കിലും നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കഴിവിനനുസരിച്ച് വേണം. ഇപ്പം 2 സുഹൃത്തുക്കൾ തമ്മിലാണ് പഠിക്കാൻ വരുന്നതെങ്കിൽ ഇപ്പോൾ ഒരു കുട്ടിക്ക് നല്ല ബ്രേവ് ആയിരിക്കും, പെട്ടെന്ന് അർത്ഥങ്ങൾ മനസ്സിലാകും. മറ്റേ കുട്ടി ബിലോ ആവറേജ് ആണെങ്കിൽ അവർക്ക് 2 പേർക്കും ഒരുപോലെ എക്സാം എഴുതി ഒരുപോലെ പോകണമെന്ന് വാശി പിടിക്കരുത്. അത് മണ്ടത്തരമാണ്. കാരണം ഒരാൾക്ക് എഴുതിയാൽ കിട്ടും, ഒരാൾക്ക് എഴുതിയാൽ കിട്ടൂല. അപ്പോൾ എന്ത് ചെയ്യണം, ആ പെട്ടെന്ന് പഠിക്കുന്ന കുട്ടി പെട്ടെന്ന് എഴുതി പോയിക്കോട്ടെ. എന്റെ കഴിവ്, എന്റെ കപ്പാസിറ്റി ഞാൻ മനസ്സിലാക്കി എന്റെ രീതിയിൽ എനിക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ എനിക്കും ആദ്യത്തെ ചാൻസിൽ തന്നെ പാസ്സാകുവാൻ സാധിക്കും. പക്ഷേ 1 മാസം എന്നുള്ളത് ചിലപ്പോൾ 3 മാസം എടുത്തായിരിക്കും ഞാൻ പഠിക്കുന്നത്. ആ ഒരു ക്ഷമ മാത്രം നിങ്ങൾ കാണിച്ചാൽ നിങ്ങൾക്ക് വിജയം സുനിശ്ചിതമാണ് ഒന്നാമത്തെ ചാൻസിൽ തന്നെ. അപ്പോൾ ടില ഇത് തന്നെയാണ് നിങ്ങൾക്ക് ഓഫർ ചെയ്യുന്നത്. നിങ്ങൾക്ക് കുറുക്കു വഴികൾ ഉപയോഗിച്ച് റീഡിങ്ങും ലിസണിങ്ങും എങ്ങനെ കടക്കാം. ഓക്കെ, അപ്പൊ 1 ഞാൻ പറഞ്ഞു ടൈം മാനേജ്മെന്റ്, 2 സിനോണിംസ്. നമ്മൾ ഒരുപാട് സിനോണിംസ് പഠിച്ചു വെച്ചാൽ അതിന്റെ എല്ലാ വൊക്കാബുലറി വെച്ച് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. 3 ടൈപ്പ് ഓഫ് സെന്റൻസ്, കോംപ്ലക്സ് സെന്റൻസ് എന്താണ് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് അർത്ഥം മനസ്സിലാക്കാനുള്ള കഴിവ്. 4 എലിമിനേഷൻ എങ്ങനെ ചെയ്യാം, എന്താണ് അതിന്റെ പ്രത്യേകത. ഇങ്ങനെ കുറച്ചേറെ പ്രത്യേകതകളുണ്ട്. ഞാൻ ഇത്രയും ടിപ്സുകൾ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു. ഇനിയും മോർ ടിപ്സ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരുപാട് വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ആണ് നമ്മളുടെ ഇവിടെ കുട്ടികൾ പഠിച്ച് പാസ്സാകുന്നത്. ഇനിയും നിങ്ങൾ പാസ്സാകാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ സമീപിക്കാവുന്നതാണ്. 100% റിസൾട്ട് ഗ്യാരണ്ടി. ഞാൻ പറയുന്ന രീതിയിൽ ചെയ്താൽ നിങ്ങൾ 100% പാസ്സാകും എന്ന് ഉറപ്പ്. അപ്പോൾ if you have any questions, please feel free to contact me in my WhatsApp number. Till then, goodbye.